നിങ്ങൾ നെല്ലിയാമ്പതിയിൽ പോയിട്ടുണ്ടോ? സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 1500 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലിയാമ്പതി മലനിരകളിലേക്ക് 18ഓളം ഹെയർ പിൻ വളവുകൾ നിറഞ്ഞ കാടിനകത്തുകൂടി ആനവണ്ടിയിൽ കയറി ഡ്രൈവറോടും കണ്ടക്ടറോടും കുശലം പറഞ്ഞു പോകുന്ന വഴിയിലെ അതിമനോഹരമായ കാഴ്ചകൾ ചിത്രീകരിച്ചുള്ള അടിപൊളി യാത്ര. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സഞ്ചാരത്തിൻ്റെ അനുഭവത്തിൻ്റെ തട്ടകമായ സഞ്ചാരി ബ്രോ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ ബാഗും തോക്കി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കുറേ സമയം വരികയും പോവുകയും ചെയ്യുന്ന ആനവണ്ടികൾ നോക്കി ചുമ്മാ സമയം കളഞ്ഞുള്ള നടപ്പാണ് ഞാൻ. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയോടടുത്തിരിക്കുന്നു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് നെല്ലിയാമ്പതി എന്ന ബോർഡ് വെച്ച പാലക്കാട് ഡിപ്പോയുടെ സ്വന്തം RSC 179 പറഞ്ഞ ആനവണ്ടി കണ്ടത്. പിന്നൊന്നും ചിന്തിച്ചില്ല. അങ്ങനെങ്കിൽ ഇന്ന് നേരെ നെല്ലിയാമ്പതിക്ക് പോയി കളയാമെന്ന് അങ്ങ് തീരുമാനിച്ചു. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന നമ്മുടെ ആനവണ്ടി കൊല്ലങ്കോട് നെന്മാറ വഴി പുലയമ്പാറയിൽ ചെന്നിട്ട് അവിടെ നിന്ന് കാരപ്പാറ വരെ പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ നെന്മാറ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നെന്മാറ സ്റ്റാൻഡിലെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ ബസ് വീണ്ടും നെല്ലിയാമ്പതി ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്നും ആകെ 2 KSRTC ബസ്സുകളാണ് നെല്ലിയാമ്പതിയിലേക്ക് സർവീസ് നടത്തുന്നത്. കാലത്ത് 5 മണിക്കും അതുപോലെ തന്നെ 6:45-നും. ബസ്സിൽ കയറി അല്പദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. 6:45-ന്റെ ബസ്സിൽ പോകുന്നിരുന്നെങ്കിൽ പാലക്കാടിൻ്റെ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ട് സഞ്ചരിക്കാമായിരുന്നു. പോത്തുണ്ടി ഡാമിൻ്റെ റിസർവയറാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിൽ ഒന്നാണിത്. നമ്മുടെ ആനവണ്ടി ഇപ്പോൾ കടന്നു പോകുന്നത് കുണ്ടറച്ചോല പാലത്തിലൂടെയാണ്. 2017-ലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയ പാലമാണിത്. ഈ പാലം തകർന്നതിനെ തുടർന്ന് നെല്ലിയാമ്പതി മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴി ആനയെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണുവാൻ സാധിക്കും. കയറ്റം കയറി ബസ് പോകുന്നതിനനുസരിച്ച് തണുപ്പ് നന്നായിട്ട് കൂടിക്കൂടി വരികയാണ്. വരയാടുമലയാണ് നമ്മുടെ മുന്നിലായിട്ട് ഇപ്പോൾ കാണുന്നത്. സ്വകാര്യ വാഹനങ്ങളിലാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ ഇവിടെ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുവാനായിട്ട് നല്ലൊരു ഗ്യാലറിയും ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ വിദൂരമായൊരു ദൃശ്യവും കാണുവാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ യാത്രയിലെ സാരഥികൾ ഡ്രൈവർ ശ്രീധരേട്ടനും കണ്ടക്ടർ ലാൽ സാറുമാണ്. രണ്ടുപേരും പൊളി വൈബാണ്. നെല്ലിയാമ്പതിയിലേക്കുള്ള പത്രവും മറ്റും കാലത്ത് കയറ്റി അയക്കുന്നത് ഈ ബസ്സിൽ തന്നെയാണ്. ഈ ബസ് അവിടെ എത്തിയാലേ നാട്ടുകാർക്ക് പത്രം വായന പോലും നടക്കുകയുള്ളൂ. നമ്മുടെ ബസ് ഇപ്പോൾ കൈകാട്ടി എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും വലത്തോട്ട് പോയാലാണ് കാരപ്പാറ എത്തുക. പുലയൻപാറയിൽ പോയി ആളുകളെ ഇറക്കിയതിനു ശേഷം ഈ ബസ് വീണ്ടും തിരികെ എത്തി കൈകാട്ടി വഴി നേരെ കാരപ്പാറയ്ക്ക് പോകും. അങ്ങനെ നമ്മുടെ ആനവണ്ടി ഇപ്പോൾ പുലയൻപാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരെ വന്നിട്ട് കാരപ്പാറ പോകാതിരുന്നാൽ എങ്ങനെയാണെന്ന് കരുതി ഞാൻ നേരെ കാരപ്പാറയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഇനി ബസ് പോവുക എന്ന് കേട്ടതും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴി മലമുഴക്കി വേഴാമ്പലിനെയൊക്കെ കാണുവാൻ സാധിക്കുമെന്നാണ് ഡ്രൈവറേട്ടൻ പറഞ്ഞത്.
പാലക്കാട് നിന്നും കാരപ്പാറ വരെ ഒരാൾക്ക് 92 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ് ആകുന്നത്. പാലക്കാട് നിന്നും ലില്ലി എന്ന സ്ഥലം വരെയാണെങ്കിൽ 84 രൂപയും. നെല്ലിയാമ്പതി എന്ന പേരിലൊരു സ്ഥലം ഈ ഭാഗത്തില്ല. ഈ പ്രദേശത്തിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് നെല്ലിയാമ്പതി. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ ആനവണ്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. AVT ചായ കമ്പനിയുടേതാണ് ഈ തേയിലത്തോട്ടങ്ങൾ. ഈ ഭാഗത്ത് മുഴുവൻ റോഡ് പണിയൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല കുലുക്കമൊക്കെയുണ്ട് വണ്ടിക്ക്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ് മാത്രമേ കാരപ്പാറ വരെ പോകൂ. 6:45 പാലക്കാട് നിന്നും എടുക്കുന്ന ആനവണ്ടി ലില്ലി എന്ന സ്ഥലം വരെ മാത്രമേ സർവീസ് ഉള്ളൂ. ഇന്നത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഡ്രൈവറേട്ടൻ എനിക്കായിട്ട് ബസ് സ്ലോ ചെയ്തു തന്നു. അങ്ങനെ തേയിലത്തോട്ടത്തിന്റെ കാഴ്ചകളിൽ നിന്ന് മാറി ഇപ്പോൾ കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മുടെ ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പൊളിയാണെന്ന് നോക്കിക്കേ. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ട്രിപ്പുകൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് നെല്ലിയാമ്പതിയിലേക്ക്. നിങ്ങൾക്ക് ആ ട്രിപ്പിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ഡിപ്പോയിൽ വിളിച്ച് തിരക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ആനവണ്ടി ഇപ്പോൾ ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായ കാരപ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്നും ബസ് പുറപ്പെടുകയുള്ളൂ. പ്രശസ്തമായ കാരപ്പാറ വെള്ളച്ചാട്ടവും തൂക്കുപാലവും ഈ ഭാഗത്താണ്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാനുള്ള സമയമില്ലാത്തതിനാൽ ഞാനിപ്പോൾ കാരപ്പാറ തൂക്കുപാലം കാണുവാനായിട്ട് നടക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പക്ഷികളുടെയും മറ്റും അതിമനോഹരമായ ചിലപ്പ് കേൾക്കുവാൻ സാധിക്കും. നദിയിൽ വെള്ളം കുറവാണ്. കൊടും കാടിനകത്തേക്ക് നീളുന്ന ഈ തൂക്കുപാലത്തിലൂടെ നടന്നു പോകുമ്പോൾ പ്രകൃതിയുടെ ശാന്തതയും അതിമനോഹരമായ കാഴ്ചകളും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. എന്തായാലും നമുക്ക് തൂക്കുപാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരെ പോയി നോക്കാം. തീരെ പരിചയമില്ലാത്ത എന്തോ ഒരു ജീവിയുടെ ശബ്ദം കേട്ടതിനാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം അങ്ങോട്ട് കാലിയാക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മുടെ മൊബൈൽ ഫോണിനൊന്നും റേഞ്ച് കിട്ടത്തില്ല. എൻ്റെ കയ്യിൽ VIയുടെ സിമ്മാണ്. ഇനി മറ്റു സിമ്മിന് റേഞ്ച് കിട്ടുമോ എന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല. ഇവിടെ നമുക്കൊരു ചെറിയ അമ്പലമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആനവണ്ടി ഇപ്പോൾ നെന്മാറ എന്നുള്ള ബോർഡൊക്കെ വെച്ച് കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്നും പോകുന്ന നമ്മുടെ ആനവണ്ടി നെന്മാറ വരെ പോയിട്ട് വീണ്ടും തിരികെ നെല്ലിയാമ്പതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനത്തെ ട്രിപ്പ് മാത്രമേ പാലക്കാടേക്ക് പോവുകയുള്ളൂ.
പൂക്കളൊക്കെ വെച്ച് നമ്മുടെ ആനവണ്ടി അലങ്കരിക്കുകയാണ് കണ്ടക്ടർ ലാൽ സാറ്. അങ്ങനെ കൃത്യം 8:30 ആയപ്പോഴേക്കും നമ്മുടെ ആനവണ്ടി ദാ വീണ്ടും തിരികെ പോവുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പുലയൻപാറയിലെത്തി. ഇവിടെ നിന്നുമാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്നത്. കാലത്ത് 6:45 പാലക്കാട് നിന്നും എടുത്ത് നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന ബസ്സാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ബസ് നേരെ ലില്ലി വരെ മാത്രമാണ് പോകുന്നത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാം ആൻഡ് പച്ചക്കറിത്തോട്ടങ്ങളാണ് നമ്മളിനി കാണുവാൻ പോകുന്നത്. 25 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ടിക്കറ്റ് ചാർജ് ആകുന്നത്. ക്യാമറയ്ക്കൊന്നും പൈസ കൊടുക്കണ്ട. ഫാമിൻ്റെ അകത്തെ മുഴുവൻ കാഴ്ചകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്നതിനാൽ പകുതിയിലേറെ കാഴ്ചകൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതിനുശേഷം വീണ്ടും ടൗണിലേക്ക് എത്തിയിട്ട് നേരെ സീതാർകുണ്ടിനെ വെച്ച് പിടിക്കുകയാണ്. പുലയൻപാറയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. പുലയൻപാറ ടൗണിൽ നിന്നും നമുക്ക് സ്ഥലങ്ങൾ കാണുവാൻ പോകാൻ ധാരാളം ഓട്ടോയും ജീപ്പും എല്ലാം ലഭ്യമാണ്. 7 പേരെ ഒരു ജീപ്പിൽ കയറ്റും. എല്ലാവരും കൂടി ഷെയർ ഇട്ട് ക്യാഷ് കൊടുത്താൽ മതി. ഇരുപത്തിമൂന്ന് വർഷമായി നെല്ലിയാമ്പതിയിൽ ജീപ്പ് സർവീസ് നടത്തുന്ന കുമാർ എന്ന പേരുള്ള ചേട്ടൻ്റെ ഒപ്പമാണ് നമ്മളിപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ആനവണ്ടിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സീതാർകുണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 15 മിനിറ്റ് സമയമാണ് നമുക്കിവിടെ ചെലവഴിക്കുവാനായിട്ട് കുമാരേട്ടൻ തന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുവാൻ എൻട്രി ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ. സീതാർകുണ്ട് നെല്ലിയാമ്പതിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണ്. താഴേക്ക് വിരിഞ്ഞു കിടക്കുന്ന പാലക്കാട് സമതലത്തിന്റെ വിശാല കാഴ്ച ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കേട്ടോ നെല്ലിയാമ്പതിയിലെ വൈറലായ നെല്ലിമരം. പുരാണ കഥകൾ അനുസരിച്ച് ശ്രീരാമനും സീതാദേവിയും വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് സീതാർകുണ്ട് എന്ന പേര് ലഭിച്ചതായി പറയപ്പെടുന്നു. പാലക്കാടിന്റെ പ്രശസ്ത സ്ഥലമായ കൊല്ലങ്കോടിന്റെ ആകാശദൃശ്യം നമുക്കിവിടെ കയറി നിന്നാൽ നല്ല വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതിഭയങ്കരമായ കാറ്റാണ് കേട്ടോ ഈ പ്രദേശത്ത് വീശുന്നത്. ഇന്നത്തെ യാത്രയിൽ ഒരു മൃഗത്തിനെ പോലും കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദാ ഒരു കുരങ്ങൻകൂട്ടം നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് ചാടിയിരിക്കുകയാണ്. ജിയോയും BSNL ഒഴികെ ഒരു സിമ്മിന് പോലും ഈ പ്രദേശത്തൊന്നും റേഞ്ചില്ല കേട്ടോ. നെല്ലിയാമ്പതിയിൽ വന്നാൽ നിങ്ങൾക്ക് കാണുവാൻ പോകാൻ സാധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതിനാൽ ഞാൻ യാത്ര ഇവിടം കൊണ്ട് അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം സ്ഥലങ്ങളും ആളുകളും ഈ ഭൂമുഖത്തുണ്ട്. അത്തരം കാഴ്ചകൾ തേടി മുന്നോട്ടുള്ള നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.